കൃഷിവകുപ്പിൽ കൂട്ടക്കുഴപ്പമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട കൃഷിവകുപ്പ് ആകെ കുത്തഴിഞ്ഞ നിലയിലാണ്, അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ എത്രമാത്രം ശക്തമായി സ്ഥാപിക്കാൻ ഇന്ന് നിങ്ങൾക്ക് ഈ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ കഴിഞ്ഞു? നിങ്ങളുടെ രണ്ട് വാദഗതികളെയും ഗൗരവതരമായി ഉൾക്കൊള്ളേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. ശക്തമായി അവസാനം അതിനെ ഖണ്ഡിക്കാൻ പ്രതിപക്ഷ നേതാവിന് എത്രമാത്രം കഴിഞ്ഞു എന്നതും സംശയാസ്പദമാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് മേലുദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള വഴക്കാണ്. ആ വഴക്ക് ചെറിയ വഴക്കല്ല, വളരെ വലിയ വഴക്കാണ്. കൃഷിവകുപ്പിനകത്ത് ചെയ്യേണ്ട എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഭരണസ്തംഭനം, അവിടെയാണ് ഞങ്ങൾ ഇടപെടേണ്ടത്. ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൃഷിവകുപ്പിനകത്ത് തർക്കം ഉണ്ടാക്കിയാൽ അത് പ്രശ്നം തീർക്കേണ്ടത് കൃഷിവകുപ്പിലെ മന്ത്രിയാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ തീരണം. പക്ഷേ അവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും താഴെയുള്ള ഡയറക്ടറും തമ്മിലുള്ള തർക്കമായതുകൊണ്ട്, പോരായതുകൊണ്ട് അതിനകത്ത് സ്വാഭാവികമായിട്ടും മന്ത്രി ഇടപെട്ടിരുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് അത് മന്ത്രി ആ കാര്യത്തെക്കുറിച്ച് പറയും എന്നാണ്. പക്ഷേ അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ഭരണസ്തംഭനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2-3 പ്രധാനപ്പെട്ട അലിഗേഷൻസാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, കൃഷിവകുപ്പ് ഡയറക്ടറുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ നല്ല ബഹുമാനത്തോടു കൂടി കാണുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കളക്ടർ തന്നെ ആയിരുന്ന ആളാണ്, വളരെ വലിയ പോസ്റ്റുകളിൽ ഇരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. 1. 2, അദ്ദേഹം ഏതോ ഒരു വിദേശത്ത് നിന്ന് വന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചെന്നോ സ്വാധീനം ചെലുത്തിയെന്നോ ഉള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ പ്രശ്നം, അദ്ദേഹം നടപടികളൊന്നും നടക്കുന്നില്ല, ഭരണം നടക്കുന്നില്ല എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രിമിനൽ ഒഫൻസായിട്ടാണ് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രിമിനൽ സെക്രട്ടറിയും ഡയറക്ടറും തമ്മിലുള്ള തർക്കം ക്രിമിനൽ ഒഫൻസസ് ഡയറക്ടർ നടത്തി എന്നുള്ള മട്ടിലാണ്. അത് തീർക്കാൻ എന്താ മാർഗം? അത് തീർക്കാനായിട്ട് മന്ത്രി ഒന്ന് ഇടപെട്ടത് തീർക്കണ്ടേ? അങ്ങനെ തീരുന്നില്ല എന്നൊരിക്കൽ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ അവസാനിപ്പിക്കണ്ടേ? ഈ വിഴുപ്പലക്ക് എങ്ങനെ പുറത്തോട്ട് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവസാനം വന്ന് എവിടെ വരെ എത്തി? അവസാനം വന്ന് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിലോട്ടെത്തി. ഓൾ ഇന്ത്യ സർവീസിൻ്റെ ലംഘനമാണ്. അങ്ങനെ അവർക്ക് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റുമോ ഇവരാരുടെ അനുമതിയില്ലാതെ? അപ്പോൾ കണ്ണടച്ച് കൊടുക്കാം എന്നിവരാരെങ്കിലും രഹസ്യത്തിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് നിശ്ചയമായും നമ്മളുടെ വികസന പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് ഏറ്റവും വളരെ സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ കാണേണ്ട കൃഷി വിഭാഗം, അതിൻ്റെ പ്രവർത്തനം നിശ്ചലമായി പോകും. അതാണിപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ വിനയൻ, ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കപ്പെട്ടിരിക്കുന്നെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഇപ്പോൾ താങ്കൾ ഹോർട്ടികോർപ്പ് ചെയർമാനാണ്. ഈ ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അടക്കമാണ് ഇന്ന് വിമർശന വിധേയമായിട്ടുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ഈ ആക്ഷേപം ശരിയാണോ? ആക്ഷേപത്വം ശരിയല്ല. 2 IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു പടലപ്പിണക്കം ഉണ്ടായിട്ടുണ്ട്. അത് തീർക്കാൻ മന്ത്രി ഇടപെടും എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഹോർട്ടികോർപ്പിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ വേണു ഞാൻ പറയട്ടെ, ഞാൻ അവിടെ 4 മാസം ആയിരിക്കുന്നു ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ട്. ഹോർട്ടികോർപ്പിന്റെ ഇതുവരെയുള്ള പോക്ക്, ഇതിന് മുമ്പെയുള്ള കാലത്ത് ഉള്ള പോക്ക് ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഭയങ്കര കുത്തഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഹോർട്ടികോർപ്പിന്. ഹോർട്ടികോർപ്പിൽ സ്ഥിരമല്ലാത്ത കോൺട്രാക്ട് ജീവനക്കാർ 60 ലക്ഷം രൂപ വരെ അതാത് ജില്ലകളിൽ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്ത് കണ്ട് അവിടെ കയറി ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നിർത്തലാക്കി ഈ അഴിമതി ഉണ്ടായിരുന്നു. ഒരു താൽക്കാലിക ജീവനക്കാരൻ ലക്ഷക്കണക്കിന് രൂപയുടെ പച്ചക്കറി മേടിക്കുന്നു, അയാൾ തന്നെ വേസ്റ്റ് നിശ്ചയിക്കുന്നു, അയാൾ തന്നെ അതിന്റെ വിറ്റുവരവ് നിശ്ചയിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ അത് നമുക്കറിയാം. 2 പേരാണ് പെർമനന്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നത്, ബാക്കിയെല്ലാം താൽക്കാലിക ജീവനക്കാർ. അത് മാറ്റി നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബില്ല് വന്ന ശേഷം ഈ പച്ചക്കറി കൊടുക്കാവൂ, മാത്രമല്ല ഈ വരുന്ന ഫാർമേഴ്സ് ഗ്രൂപ്പിനെ പറ്റി അന്വേഷിക്കണം, ഇത് പറയുകയും കുഴപ്പമുണ്ടെന്ന് തോന്നിയ ചില ബില്ലുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് അന്വേഷണ വിധേയമായി അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ
ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്, വീണ്ടും ശ്രമിക്കാം താങ്കളെ. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ വിമർശനങ്ങളെ നിസാരവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. കൃഷിമന്ത്രിയെയും വേണമെങ്കിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നതായിരുന്നു, അങ്ങനെയും അതിൽ വിജയിച്ച് കണ്ടില്ല സഭയിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പറയുന്നത് ഇവർ ഈ വിഷയത്തിൽ ഊന്നി നിന്നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാണ്. ഒരു തച്ചടി പ്രഭാകരൻ്റെ മകനെ സംരക്ഷിക്കുക എന്ന ചുമതലയിലേക്ക് മാത്രമായി പ്രതിപക്ഷം ചുരുങ്ങിയതുകൊണ്ടാണോ ഈ വിഷയത്തിന് അതർഹിക്കുന്ന ഗൗരവത്തോടെ സഭയുടെ ശ്രദ്ധ നേടാൻ കഴിയാതെ പോയത്? തീർച്ചയായിട്ടും അവിടെ ഒരു പ്രധാന പ്രശ്നം വേണു പറഞ്ഞു തന്നെയാണ്. വളരെ ഉപരിപ്ലവമായും അതിൻ്റെ ആന്തരികമായ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെയുമാണ് പ്രതിപക്ഷം വിഷയം അവതരിപ്പിച്ചത്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് രാജു നാരായണസ്വാമി എന്ന ഉദ്യോഗസ്ഥൻ സർവീസിൽ വലിയ ഗുണമുള്ള ഒരാളാണെന്ന് അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ ചില പിടിവാശികളും ചില രീതികളും വെച്ച് ഒരു ഫയൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ ഞാൻ അദ്ദേഹത്തെ പെടുത്തില്ല. ബിജു പ്രഭാകരനെ താരതമ്യേന കഴിവുള്ള ഉദ്യോഗസ്ഥനാണ്, പക്ഷേ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം മുക്കുന്നിമലയുടെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പാവപ്പെട്ട ശങ്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെതിരെ എടുത്ത കാര്യങ്ങൾ, ആ കുളം, ഇതിലൊക്കെയൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സെക്രട്ടറി വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച്, അദ്ദേഹം എങ്ങനെ സർവീസിൽ വന്നു, അദ്ദേഹത്തിന് എങ്ങനെ IAS കിട്ടി, ഈ പൊസിഷനിൽ അദ്ദേഹം എങ്ങനെ പോയി, PSC വഴിക്കാണോ അദ്ദേഹം വന്നത്, ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്. അത് തച്ചടി പ്രഭാകരൻ്റെ മകനാണെങ്കിലും നല്ല ഉദ്യോഗസ്ഥനാണെങ്കിലും IAS കൺഫർ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് IASന് യാതൊരു അർഹതയുമില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം ശരിയായ വഴിക്കല്ല വന്നിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളിത് ഇത് പരിശോധിക്കണമെന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്കും കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത്ര ഗൗരവതരമായൊരു ആരോപണം അന്വേഷിച്ച് ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരോ അന്വേഷിച്ച് ഉടനെ റിപ്പോർട്ട് നൽകണം എന്ന് പറയാൻ പ്രതിപക്ഷത്തിനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിയാതെ പോയതിന് കാരണം അത് തച്ചടി പ്രഭാകരൻ്റെ മകനാണ് എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, രാജു നാരായണസ്വാമി ഉന്നയിച്ച മറ്റ് 2 ആരോപണങ്ങൾ, ഇസ്രായേലുകാരെ സംബന്ധിച്ചും ഹോർട്ടികോർപ്പിലെ നിയമനം സംബന്ധിച്ചുമൊക്കെയുള്ള ആരോപണങ്ങൾ, അതിനും പ്രതിപക്ഷത്തിന് അത്തരം ആരോപണങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. കേവലം ഉപരിപ്ലവമായി തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതിലേക്ക് പ്രതിപക്ഷം ചുരുങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിന് ഉന്നയിക്കാൻ അവകാശമുണ്ട്, പക്ഷേ അവിടം കൊണ്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാജു നാരായണസ്വാമി പറഞ്ഞ കാര്യങ്ങൾ അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെടണം. കാരണം അതൊരു സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടുള്ള, IASൻ്റെ വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇനി ബിജു പ്രഭാകർ ചെയ്തത് തെറ്റല്ല എങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ രാജു നാരായണസ്വാമിക്കെതിരെ നടപടിയെടുക്കണം, സർവീസ് ചട്ടലംഘനത്തിന്. ഇത് പറയാൻ പ്രതിപക്ഷത്തിന് ആംബിയർ ഇല്ലാത്തിടത്തോളം വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് കൃഷി വകുപ്പിൽ എന്തെങ്കിലും നടക്കണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മന്ത്രിസഭ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു കാര്യം സുനിൽ കുമാറിനെ പോലെ ഒരാൾ മന്ത്രിയായി വന്നു എന്നുള്ളതാണ്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ കേട്ടത് രാജു നാരായണസ്വാമിയെ സെക്രട്ടറി ആക്കി എടുത്തു എന്നുള്ളതാണ്. അതോടെ എനിക്ക് സംശയമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലാണല്ലോ എന്ന്. എന്താണ് ഇത്ര കാലം വൈകിയതെന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം. കാരണം തൻ്റെ പ്രവൃത്തിയിൽ ഒരടി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു വളരെ ബുദ്ധിമാനായ കഴിവുള്ള കവിത വായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, കവിത വായിക്കുന്നതുകൊണ്ടോ നല്ല ബുദ്ധി ഉണ്ടായതുകൊണ്ടൊന്നും പണി നടക്കില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പണി നടക്കണമെങ്കിൽ അത് പണി നടത്താൻ കഴിവുള്ള ആളുകൾ അവിടെ ഉണ്ടാവണം. ആ അർത്ഥത്തിൽ ഇദ്ദേഹം അതിന് പറ്റുന്നു എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല ഒരു വകുപ്പിലും. അതുകൊണ്ട് ഇത് ശരിക്കും ഇദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണ്. ആ അബദ്ധം അദ്ദേഹം പരിഹരിക്കണം. പക്ഷേ അത് പരിഹരിക്കുമ്പോൾ കൃത്യമായും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അത് പരിശോധിക്കേണ്ടത്, ഔദ്യോഗികമായി പരിശോധിക്കണം. ഇത് ചെയ്യാൻ പ്രതിപക്ഷത്തിന് നിർബന്ധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷം ദയനീയമായി സഭയിൽ പരാജയപ്പെട്ടു. ആകെ ഉണ്ടാക്കിയ ഒരു കുഴപ്പം മാത്രമാണ്, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയുന്ന, അല്ലാതെ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. വേണു പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഇത്. ശരി, ശ്രീ AN ഷംസീർ, കഴിഞ്ഞ 4 മാസമായി ഈ 2 ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് നടക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അന്ന് തന്നെ അത് തടയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ രൂപത്തിൽ ഒരു പ്രതികൂലമായ സ്ഥിതിയെ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ പ്രതിപക്ഷമല്ല ഇതിൽ കുറ്റക്കാർ. ഇവിടെ ഈ വിഷയം ഇന്ന് പത്രത്തിൽ വന്നു. ഇന്ന് സഭക്കകത്ത് അടിയന്തര പ്രമേയമായി UDF ഉന്നയിച്ചു. ഇതിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷൊക്കെ ഉദ്യോഗസ്ഥന്മാരുള്ള ഘട്ടം മുതൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ UDF LDF ഒന്നും പറ്റി തിരുവഞ്ചൂർ വളരെ സീനിയർ, ഒരുപക്ഷെ എൻ്റെ പ്രായത്തോളം അദ്ദേഹത്തിന് പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ടാവാം. ഏതാണ്ട് എൻ്റെ പ്രായത്തിൻ്റെ 3/4 ഭാഗം അദ്ദേഹത്തിന് പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ടാവാം. അദ്ദേഹം തന്നെ ഒരുപക്ഷെ സമ്മതിച്ചേക്കാം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ്
ഇവിടെ ഭരത് ഭൂഷണും ടോം ജോസും തമ്മിൽ UDF കാലത്ത് അടി കൂടിയിട്ടില്ലേ? ഭരത് ഭൂഷൺ, KM എബ്രഹാമും ടോം ജോസും തമ്മിൽ അടി കൂടിയിട്ടില്ലേ? ഇതെല്ലാം ആർക്കും അറിയാത്തത്? അപ്പോൾ ഇത് ഒരു സർക്കാരിനെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ സർക്കാർ ഇടപെടും. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുടെ വിശദീകരണം തേടും എന്ന് കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇതൊരു അടിയന്തര പ്രശ്നമല്ല. ഇനി ഈഗോസ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ കിൽസ് ദ മാൻ എന്നാണ്, മനുഷ്യനെ കൊല്ലുന്നതാണ് ഈഗോ. അപ്പോൾ ഈഗോ ഓരോ മനുഷ്യനുമുണ്ട്. ആ ഈഗോ ഒരുപക്ഷെ IAS ഓഫീസർമാർക്ക് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ IAS ഓഫീസർമാർ മനസ്സിലാക്കേണ്ട കാര്യം, നേഷൻ ബിൽഡിംഗ് പ്രോസസ്സിൽ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ലെജിസ്ലേച്ചറോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് IAS ഓഫീസർമാർ. അവർക്കിടയിൽ ഇത്ര പെറ്റി ഈഗോസൊക്കെ അവർ ഉപേക്ഷിക്കേണ്ടതാണ്. ആ ഈഗോൻ്റെ ഭാഗത്തിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ നിലയിലേക്ക് പോകുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഈ ഗവൺമെൻറ്റിനുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. ആ വകുപ്പ് നിയന്ത്രിക്കുന്ന വകുപ്പ് മന്ത്രിയും അതിന് ഏറ്റവും പ്രാപ്തനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട് വകുപ്പ് മന്ത്രിക്ക്. അപ്പോൾ ഇത് സോർട്ട് ഔട്ട് ചെയ്യപ്പെടും. ഇത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യപ്പെടുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞ 2000 കോടിയുടെ ബജറ്റ് പ്രൊവിഷൻ ഉള്ള ഒരു മേഖലയിലാണ് ഇത്തരം അതിൻ്റെ നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തമ്മിലുള്ള ചേരിപ്പോര് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലേ എന്നാണ്? സ്വാഭാവികമായും അതിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ കുറേ ചെയ്തു പോകുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രാപ്തി സർക്കാരിനുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അത് പരിഹരിക്കാനുള്ള പ്രാപ്തി ഈ സർക്കാരിനുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ കൃഷി വകുപ്പിനകത്ത് നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിലെമ്പാട് നിങ്ങൾ നോക്കൂ. ഈ ഇവിടെ CR നേരത്തെ എന്തോ സൂചിപ്പിച്ചു, ഒന്നും ചെയ്യുന്നില്ല. അത് വെയ്ഗായിട്ട് ആരോപണത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരെ ഫാക്ട്സ് വെച്ച് സംസാരിക്കാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എൻ്റെ കാര്യം പറയാം, ഒന്ന് ലെറ്റ് മീ കംപ്ലീറ്റ്, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇപ്പോൾ കാർഷിക മേഖലക്കകത്ത് കൃഷി മേഖലക്ക് നോക്കി നിങ്ങൾ പരിശോധിക്കുമ്പം കേരളത്തിലെമ്പാടും ഒരു കർഷക ഉത്സവം തന്നെ നടക്കുകയാണ് കാർഷിക മേഖലയിൽ. കൃഷി, അഗ്രികൾച്ചർ എന്ന് ഇംഗ്ലീഷ് പറയുക. കൾച്ചർ എന്നത് സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ കൃഷി നമുക്ക് എവിടെയോ കൈമോശം സംഭവിച്ചു. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു വർഷത്തിനിടയിൽ കാർഷിക മേഖലയിലേക്ക് പുതിയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഞങ്ങൾ നടത്തുന്ന പരിപാടിയുടെ പേര് തരിശുരഹിത തലശ്ശേരി എന്നാണ്. 1 സെൻറ്റ് ഭൂമി പോലും തരിശായി കിടക്കരുത്. ഇങ്ങനെ കേരളത്തിലെമ്പാടും ഈ നിലയിലുള്ള മെത്രാൻ കായലിനകത്ത് കൃഷി ഇറക്കി, ഇങ്ങനെ അതുപോലെ തന്നെ ആറന്മുള കൃഷി ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കും. ശരി, ശ്രീ വിനയൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനയൻ, 1-2 ആക്ഷേപങ്ങൾ താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നതാണ്. ഒന്ന്, ഗീതാ ഗോപിനാഥിന്റെ പിതാവ് ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ ഈ ഹോർട്ടികോർപ്പ് പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സത്യമാണോ അത്? വേണു, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് പൂർത്തീകരിക്കട്ടെ. തീർച്ചയായിട്ടും ഇതിന് ഞാൻ കൃത്യമായ മറുപടി തരാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നേരത്തെയുള്ള നാളുകളിൽ തികഞ്ഞ അഴിമതിയുടെ ഒരു ഉത്തരങ്ങായി ഹോർട്ടികോർപ്പ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃത്യമായ സ്റ്റാഫ് ഇല്ലാതെ, പെർമനന്റായ സ്റ്റാഫ് ഇല്ലാതെ, ടെമ്പററി സ്റ്റാഫുകൾക്ക് പോലും 10-60 ലക്ഷം രൂപ അതാത് ജില്ലാ മാനേജർമാർ എഴുതുകയും അവരവർ പറയുന്ന ലിസ്റ്റ് നിശ്ചയിക്കുകയും ചെയ്ത സമയമായിരുന്നു. ബിജു പ്രഭാകരൻ ഞാനും ഒരേ കാലഘട്ടത്തിലാണ് അവിടെ കയറുന്നത്. ഞാൻ ചെയർമാനായിട്ടും ബിജു MD ആയിട്ടും. അപ്പൊ നമ്മൾ ഇത്തരം ഒരു ആരോപണങ്ങൾ വന്ന കംപ്ലീറ്റ് ട്രേഡേഴ്സിന്റെ ആയിരുന്നു മേടിച്ചിരുന്നത് പച്ചക്കറി. അതും നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി ഹോൾസെയിലുകാരുടെ നിന്ന് മേടിച്ചിരുന്നു. അത് നിർത്തലാക്കിക്കൊണ്ട് ഫാർമേഴ്സിന്റെ മേടിക്കാവുന്ന കർശനമായ നമ്മൾ ഓർഡർ ഇട്ടു. എന്ന് മാത്രമല്ല, അത്തരം ആരോപണ വിധേയമായ ട്രേഡേഴ്സിന്റെ ബില്ലുകൾ നമ്മൾ അത് ചെക്ക് ചെയ്ത ശേഷം മാത്രം ബാക്കി കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബ്ലോക്ക് ചെയ്ത ചില ഗ്രൂപ്പിന്റെ ശക്തമായ പ്രഷറിന്റെ പിന്നിലുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന റൈത്ത മിത്ര എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു 1200 പേരുടെ കർഷകരുടെ ഒരു പ്രൊഡ്യൂസർ കമ്പനിയാണത്. ആ കമ്പനിയിൽ ഫാർമേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഈ പറയുന്ന ഗീതാ ഗോപിനാഥിന്റെ ഫാദറാണ്. അദ്ദേഹത്തിന് 80 വയസ്സായ ഒരു കർഷകനാണ്. കർഷക വൃത്തിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അതിപ്പോ നമ്മുടെ ജയലളിതയും കർഷകയാണ്. അതെ, ടോം ജോസ് കർഷകനാണ്. അതെ, കേൾക്കൂ. ഗീതാ ഗോപിനാഥിന്റെ അച്ഛനായി പോയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഞാനിത് പറയാൻ കാരണം, ഗീതാ ഗോപിനാഥിനെ ഉപദേഷ്ടാവായിട്ട് നിയമിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് യോജിക്കുമോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ഞാൻ.
ഞാൻ പറയുന്നു ഗീതാ ഗോപിനാഥിന്റെ അച്ഛനായതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു റൈതാമിത്ര എന്ന് പറയുന്ന അല്ല, എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഗീതാ ഗോപിനാഥിന്റെ അച്ഛൻ ഈ റയത് മിത്ര തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബറിലാണത്രേ. ഡിസംബറിൽ തുടങ്ങിയ ഒരു സ്ഥാപനവുമായി അതിവേഗത്തിൽ കേരള സർക്കാർ ഇങ്ങനെ ഒരു ധാരണയിലെത്തുന്നു, ഹോർട്ടികോർപ്പ്. എന്ന് മാത്രമല്ല, 1 രൂപ പോലും കുടിശ്ശിക ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഒരു നൂലാമാലയും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥാപനവുമായി ഇത്ര ശക്തമായൊരു സഹകരണം ഉണ്ടാകുന്നതും അവിടെ ഒരു നയാ പൈസയുടെ കുടിശ്ശിക പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഭിമുഖ്യം അതാണ് സംശയാസ്പദമാകുന്നത്. അതെ വേണു, അത് കറക്റ്റാണ്. അതിനെപ്പറ്റി എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കാൻ താങ്കൾ. കാരണം റൈതാമിത്ര മാത്രമല്ല, ഇപ്പോൾ നമ്മള് തമിഴ്നാട്ടിലെ കുറിഞ്ഞി നമ്മൾ പച്ചക്കറി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡേഴ്സിനെ നിർത്തിയിട്ട് നമ്മൾ ഈ പച്ചക്കറി എടുക്കാനായിട്ട് കൃഷി വകുപ്പിന്റെയും BFPCയുടെയും ഹോർട്ടികോർപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ 4 ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ 4 ഗ്രൂപ്പ് ഉള്ളവർ തമിഴ്നാട്ടിലും കർണാടകയിലും പോയി ചർച്ച ചെയ്ത് ഞാൻ വന്നതിന് ശേഷമുള്ള സമയമാണ് ഈ പറയുന്നത്, വന്നതിന് ശേഷം. അപ്പൊ അതിന് മുമ്പുള്ള പേയ്മെന്റ് നിർത്തിയത് കൊണ്ട് പല ട്രേഡേഴ്സും പച്ചക്കറി തരാതായി. അപ്പൊ അത് നമ്മൾ എന്നാ കൊടുക്കാൻ, ആ പേയ്മെന്റ് കണ്ണടച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതിനകത്ത് ഭയങ്കര വെട്ടിപ്പുണ്ടെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുവാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 2015 ഇവിടെ ഭയങ്കര വെട്ടിപ്പാണ് നടന്നിരുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഹോർട്ടികോർപ്പ് ഞാൻ ചെന്നതിന് ശേഷം. അപ്പൊ അത് നിർത്തലാക്കിയതുകൊണ്ട് തന്നെ ആ നിർത്തലാക്കിയ